പോവുകയാണ്, അഥവാ ക്രിസ്മസിനെ നമ്മൾ സമീപിക്കുകയാണ്. ഇന്ന് ജെറുസലേമിനെ കുറിച്ച് ഞാൻ രാവിലെ ഒരു വീഡിയോ കണ്ടത്, ബെത്ലഹേമിനെ കുറിച്ച്. 175 കിലോമീറ്ററാണ് അമ്മയും ഔസേപ്പിതാവും കൂടി നസറത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തത്. ഈ അവസാന ദിവസങ്ങളിൽ, പിറവിയുടെ അവസാന ദിവസങ്ങളിൽ ആ നിറവയറുമായിട്ട് അമ്മ സഞ്ചരിച്ചത് 175 കിലോമീറ്റർ. നമ്മൾ ക്രിസ്മസ് കാർഡിലൊക്കെ കണ്ടിരിക്കുന്ന പടങ്ങൾ പരിശുദ്ധ അമ്മ നിറവയറുമായിട്ട് കഴുതപ്പുറത്തിരിക്കുന്നു. കഴുതയുടെ ഒരു ചരട് ഔസേപ്പിതാവ് പിടിച്ചിരിക്കുന്നു. കുറച്ച് ഭാരം കഴുതപ്പുറത്തും കുറച്ച് ചാക്കിലും ചേളാവിലൊക്കെ ആയിട്ട് ഔസേപ്പിതാവിൻ്റെ ചുമലിലും അങ്ങനെയുള്ള ഒരു ഭാരപ്പെട്ട ഒരു യാത്രയാണ്. ഇപ്പം ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് അങ്ങനെ സംഭവിക്കത്തില്ലെന്നാണ് പറയണത്. ചുമ്മാ കലാകാരന്മാരുടെ അഭ്യാസങ്ങളാണ്. യഹൂദന്മാരാരും സ്ത്രീകളെ കഴുതപ്പുറത്ത് ഇരുത്തി പുരുഷന്മാരെ നടത്തിക്കൊണ്ട് പോണത് അവരുടെ രീതിയല്ല. അപ്പോൾ അമ്മയെ നടന്ന് തന്നെയായിരിക്കും പോയിട്ടുള്ളത്, ഔസേപ്പിതാവും നടന്ന് തന്നെ പോയത്. പക്ഷെ അമ്മ ഗർഭിണിയാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ബാക്കി ചേളാവും ഭാരവും ഭാണ്ഡവും ഒക്കെ കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടിപ്പോയെന്നാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത്. ശരിയായിരിക്കാം. കാര്യം കസ്റ്റംസ് ഓഫ് ആൻഡ് ഡെയിലി ലൈഫ് ഓഫ് ബൈബിൾ ലാൻഡ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ ഏതാണ്ട് ഇതേ ലെവലിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ഞാൻ പറഞ്ഞു വരേണ്ട കാര്യം, അമ്മയും നടന്ന് തന്നെ പോയെന്നായി പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ചുരുക്കം. പെരുവയറും വലിച്ച് അപ്പോഴും ചുരുക്കം അത് ഒഴിവാക്കാൻ പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. സെൻസസാണ്. അപ്പം അതിനൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ പോയി ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള സെൻസൊക്കെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ വീട്ടിൽ വരും അല്ലേ. ആടെത്ര കോഴി എത്ര മനുഷ്യരെത്ര എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വരും. പക്ഷേ റോമൻ രീതി അനുസരിച്ച് അവരവരുടെ ഒരു ജനിതകമായിട്ട് സവിശേഷതയുള്ള സ്ഥലമുണ്ടാകും. ആ സ്ഥലത്ത് എന്നാണ് അവർ ഇത്രാം തീയതിക്കുള്ളിൽ കണക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഗർഭിണിയായാലും അതൊന്നും അതിന് ഓപ്ഷനില്ല. അപ്പോൾ അതായത് മനുഷ്യൻ്റെ നിയമമാണ്, സീസണിൻ്റെ ലോയാണത്. അപ്പോൾ ഭൂമിയിലുള്ള രാജാക്കന്മാരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഇതുപോലെയുള്ള സിവിൽ ലോയ്ക്ക് ചില സമയത്ത് നമുക്ക് വലിയ ഭാരങ്ങളൊക്കെ ഉണ്ടാവും. അത് മൂലം അത് ക്ഷമയോടെ സ്വീകരിക്കുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന, അതിനെതിരെ ഇപ്പോഴാണ് ഈ വയ്യാവേലി വന്നത്, എന്ത് കഷ്ടമായി പോയി, അങ്ങനെയൊന്നും പറയുന്ന ആളല്ല അമ്മ. ഈ ഭാരം അമ്മയ്ക്ക് എങ്ങനെയാണ് ലഘുവായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ദൈവഹിതം പോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്വാഭാവികമായ ഭാരങ്ങളില്ലേ. ഇപ്പം ഞാൻ എന്തിങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ തന്ന ഒരു പ്രത്യേക നോട്ട്,
ദൈവത്തെ വിസറിയായി ഉപയോഗിക്കരുതെന്നാണ്. ഫാൻ അത് ഇപ്പോൾ ഇവിടെ വെച്ച് കിട്ടിയതാണത്. അവിടെ ഞാനത് ഉടനെ പറഞ്ഞത്, ഈ ദൈവത്തെ ഇങ്ങനെ കേവലം ഫാനായിട്ട് ഉപയോഗിക്കരുത്, അതിനുള്ളതല്ല ദൈവമെന്ന്. നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസം തരാൻ വേണ്ടിയുള്ള, അതിനു വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു പദ്ധതിയല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയണത്. അതിൻ്റെ പൗലോസ് ഈ വിഷയത്തിൽ പറയണത്, ജീവിതത്തിന് ഭാരങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ തന്നെ വഹിക്കണമെന്ന് പറയും. ജീവിതത്തിന് മനുഷ്യൻ്റെ ഭാരങ്ങളുണ്ടാവും, സ്വാഭാവികമായ ഭാരങ്ങളുണ്ടാവും. അതാണല്ലോ ജീവിതം, അതാണ് ജീവിതം. അപ്പം അതുകൊണ്ട് അത് നമ്മൾ തന്നെ വഹിക്കാൻ പറയും. എനിക്കത് 6-ാമത്തെ അധ്യായത്തിലാണ്, ഗലാത്യർ 6:12 വായിക്കും, 6:5 വായിക്കുമ്പോഴേ ഗലാത്യർ 6 ഓരോരുത്തരുടെയും ഭാരങ്ങൾ അവരവർ തന്നെ വഹിക്കണം. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ആണത്. ഈ വിഷയത്തിൽ ഒരു ലഘു, അതിനൊരു ഈ ഗർഭിണി പെണ്ണിൻ്റെ ഇപ്പം പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മൾ ദൈവമാതാവെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭാരം ലഘൂകരിച്ച് കൊടുക്കാൻ ദൈവം തയ്യാറല്ല. എന്തിനാണെന്നറിയാമോ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം? പല ആൾക്കാരും ഇച്ഛാഭംഗം അനുഭവിക്കണത് ദൈവത്തോട് പരിഭവം, പരാതി, അതിൻ്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കമൊക്കെ വരുത്തുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം, അവിടെ കാര്യങ്ങൾ, അവിടെ ഭാരങ്ങൾ ദൈവം ഏറ്റെടുക്കണില്ല. ദൈവം ഭാരവണ്ടിയൊന്നുമല്ല, എൻ്റേതായാലും നിൻ്റേതായാലും. ദൈവം ഒരു ഭാരവണ്ടിയായിട്ട് ദൈവത്തെ കാണരുത്. നമ്മുടെ ഭാരങ്ങളെല്ലാം കയറ്റി വെച്ചിട്ട് തള്ളിക്കൊണ്ടു പോകാൻ പറ്റിയ ഒരാളായിട്ട് ദൈവത്തെ കണ്ടാൽ ദൈവത്തെ നിങ്ങൾക്ക് മിസ് ചെയ്യും. നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് എന്താണ് എന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഭാരം ഉണ്ടാകും. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നമ്മളെ ഡിസോൺ ചെയ്യുകയല്ല, നിങ്ങളത് മനസ്സിലാക്കണം. കൈ ഒഴിഞ്ഞ് സംസാരിക്കുകയല്ല. പൗലോസ് അപ്പോസ്തലൻ്റെ രീതി എന്താ? 6:5 എന്താ പറയണ ഗലാത്യർ? ഓരോരുത്തരുടെയും ഭാരങ്ങൾ അവരവർ തന്നെ വഹിക്കണമെന്ന് പറയുമ്പോഴേ നമ്മളോർക്ക്, അപ്പം അച്ഛൻ ചോദിക്കും, ദൈവം ഇങ്ങനെ കൈ ഒഴിഞ്ഞ് സംസാരിക്കണം. കൈ ഒഴിഞ്ഞ് സംസാരിക്കുകയല്ല, പക്ഷേ ഈ ഭാരങ്ങൾ എടുക്കുമ്പോഴും ഈ ഭാരങ്ങളെ നമ്മൾക്ക് ലഘുവായി തീർക്കുന്ന ഒരു ദൈവിക വിഷയമുണ്ട്. അതിനാണ് കൃപയെന്ന് പറയണത്. അതിനാണ് കൃപയെന്ന്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരുങ്ങേണ്ടത് കൃപയ്ക്ക് വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്. അതായത് ഇതൊരു സീസണാണല്ലോ. കാരണം ദൈവം നമുക്ക് കൃപ അലോട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യതയുള്ള ഒരു സീസണാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവിൻ്റെ ക്രിസ്മസ് നമുക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ ഭാരം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവിൻ്റെ പേരിലും ഉണ്ണീശ്വരൻ്റെ പേരിലും അതുപോലെ തന്നെ ഔഷപിതാവിൻ്റെ പേരിലുമൊക്കെയാണ് നമ്മൾ ഈ കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഇവരുടെ ഭാരങ്ങൾ എങ്ങനെയാണ് ലഘുവാക്കപ്പെട്ടത്? അത് ബൈബിൾ നൽകുന്ന ഒറ്റ മറുപടി കൃപ കൊണ്ടാണ്. ഇതിന് പരാതിയില്ലാതെ വന്ന്, അതായത് ഇത് നമ്മളോർക്കുകയെ മാതാവ് ഇതൊക്കെ സഹിച്ചോ എന്നാണ് പറയണത്. ഇങ്ങനെ പറയണ കൊണ്ട് ആർക്കൊണ്ടൊക്കെ എന്തോ ഒരു ഗുണമുള്ളത് കൊണ്ടാണ് അവർ വളരെ ആധ്യാത്മികതയെ വളരെ ലഘുവാക്കി കളയാൻ വേണ്ടി മാതാവ് സഹിച്ചു, നമ്മളും ഇതിന് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം എന്താണ്? ഇത് തിരഞ്ഞെടുക്കപ്പെടാൻ, ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ശക്തി, ദൈവശക്തി എന്ന് പറയുന്ന കൃപ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി, കഴിവ് അമ്മയ്ക്കുണ്ട്. എൻ്റെ മക്കളെ, നമ്മൾ ദൈവദൃശ്യന് വ്യാപരിക്കുമ്പോൾ
നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ഇപ്പോൾ നമ്മൾ താപനിലയം ഉണ്ടാക്കിയില്ലേ, കൽക്കരി കൊണ്ടോ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാര്യം നമ്മുടെ വൈദ്യുതി ഉപയോഗം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയേക്കാളും കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വേറെ ഒരു പവർ സോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായത്. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത് അനുസരിച്ചാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടതും അത് തന്നെയാണ്. കഴിവ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ പുൽത്തൊട്ടിയിൽ ഉണ്ണീശോയെ പോയി വണങ്ങുന്നു, അതിനുള്ള ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു. പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ തന്നെ ഉണ്ണീശോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ തന്നെ ഉണ്ണീശോയായിട്ട് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണ്? അത് കൃപയുടെ ബേസിലാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ യോഹന്നാൻ 1:12 വായിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ ആ കഴിവ് നൽകണം. അപ്പോൾ നമ്മൾ ഉണ്ണീശോ ആയി ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അതാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നത്. ശരിക്കും പറഞ്ഞ ദൈവവേദനെ നീ ഞാനും പ്രാർത്ഥിക്കേണ്ടത്, ക്രിസ്മസിന് പ്രാർത്ഥിക്കേണ്ടത് ഈ കഴിവിനെ ബേസ് ചെയ്താണ്. ദൈവത്തിൻ്റെ മക്കളായി ഉണ്ണീശോയായി ജനിക്കാനുള്ള നമ്മുടെ സാധ്യതയുണ്ട്. ഈ സാധ്യതയെന്ന് പറയുന്നത് ദൈവമക്കളാകാനുള്ള കഴിവാണ്. ഈ കഴിവിനാണ് അച്ഛൻ നേരത്തെ കൃപ എന്ന് പറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത, പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെ സാധ്യത ലഭിച്ചെന്ന് വെച്ചാൽ, പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ കഴിവെന്താണ്? അത് അംഗീകരിച്ചുകൊണ്ടാണ് മാലാഖ മംഗളവാർത്ത പറയണത്. എന്താണ്? കൃപ നിറഞ്ഞവളെ സ്വസ്തി. പിന്നെന്താണ്? കർത്താവ് നിന്നോട് കൂടെ. അപ്പം ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ പുത്രൻ തമ്പുരാനെ കുറിച്ചല്ല പറയണത് അവിടെ. അതായത് ദൈവം, ഈ കൃപയുള്ളവരുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവും. അഥവാ ദൈവത്തെ കൂടെ കൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട പോംവഴി എന്ന് പറയണത് കൃപ ആർജിക്കുകയാണ്. അതാണ് ഈ കഴിവ് ആർജിക്കുകയാണ്. കൃപയുണ്ടെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. മക്കൾ വളരെ ശ്രദ്ധയോടെ കേട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ പരിശുദ്ധ അമ്മയെപ്പോലെ ഏത് ഭാരവും ലഘുവാക്കുന്ന ദൈവകൃപയെന്ന കഴിവ് ആർജിക്കുവാൻ അതുവഴി എൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തെ എൻ്റെ കൂടെ കൂട്ടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതായത് ഇപ്പം നമ്മൾ തന്നെ നമുക്ക് ഈ ഭാരം ഉണ്ടാകുമ്പോൾ, ഓ ദൈവം തന്നതല്ലേ അങ്ങനെ പറയുന്നവരുണ്ട്. നമുക്ക് ഭാരം വരുമ്പോഴേ, ഓ ദൈവം തന്നതല്ലേ, അനുഭവിക്കാതിരിക്കുക. എന്നുവെച്ചാൽ വരാൻ പോകുന്നത് വഴി തങ്ങുവാന്ന് ചോദിക്കത്തില്ലേ, അതുപോലെയുള്ള ശാപമായിട്ടാണ്, നിവൃത്തിയില്ലാത്ത കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വിധിയായിട്ടാണ് ഇങ്ങനെ പറയുന്നവർ ഉള്ളിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഭാരം വന്നു എന്ന് വിചാരിച്ചോ. ഇപ്പോൾ
ഞാനൊരു ദിവസം ഒരു അമ്മ എന്നെ ആലപ്പുഴ സൈഡിലൂടെ നടന്നു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ വണ്ടി ഇറങ്ങിയിട്ട് നടന്നു പോയതാണ്. അപ്പോൾ ഉടനെ ഒരു ചേടത്തി ഇടക്കുന്നോടി എന്ന് വെച്ചാൽ പിന്നെ ജോസഫച്ച ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതേ ചേച്ചി, എന്താ അച്ഛൻ എൻ്റെ വീട്ടിലൊന്നും വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനടുത്ത് ഒത്തിരി അകലെയാണെന്ന് ചോദിച്ചു. ഞാൻ അകലെയല്ലേ, ഇവിടെയാണ്, അടുത്താണ് അച്ഛൻ. ഞാനവിടെ അടുത്ത് ഒരു 15 അടി വെച്ചപ്പോൾ അവിടെ വീടിനകത്തായി റോഡിൽ നിന്ന്. അപ്പോൾ എന്താണ്, ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. 1 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു പാവുണ്ടെന്ന് വിരിച്ച്. അപ്പോൾ ഞാനവിടെ നിൽക്കുകയാണ്. അതിനുശേഷം അവർ തിരികെ എത്തിച്ച്. അപ്പം ഞാനടുത്ത് പായ എനിക്ക് മുട്ടുകുത്താനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മുട്ടുകുത്താൻ അച്ഛൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് കിടത്തി അവിടെ. അപ്പോൾ ഞാൻ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് സമയമായി, കൊച്ചിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനായിരിക്കും വിചാരിച്ചത്. പ്രാർത്ഥന ഇറങ്ങുമ്പോൾ അച്ഛൻ 1 മിനിറ്റ് അത് വേണ്ടി ഞാൻ പറഞ്ഞു. അത് വേറൊരു കൊച്ചിനെ കൂടി കൊണ്ടുവന്ന് കിടത്തി അവിടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കൊച്ചിനെ എങ്ങനെയായാലും ഒരു 4 വയസ്സ് ഉണ്ട് അതിന്. പക്ഷേ അത് എഴുന്നേൽക്കണില്ല, കൊച്ച് എഴുന്നേൽക്കണില്ല. അതായത് ജനിച്ച പടി ഇങ്ങനെയാണ്. അത് ഒന്നല്ല, 2 കൊച്ച്, ഇരട്ട പ്രസവിച്ച് 2 കൊച്ചിനൊക്കെ നടക്കാൻ പാടില്ല. എനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. കാര്യം ഈ മലമൂത്രങ്ങളെല്ലാം ആ കുഞ്ഞൊക്കെ ആ പായത്ത് തന്നെയാണ്. എത്ര പായ ഉറഞ്ഞ് തീർന്നിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ഇനി എത്ര കാലം അവരിത് സഹിക്കണമെന്ന് നമുക്കറിയത്തില്ല. എത്ര ഇതുപോലെ സഹായിക്കാൻ ആരില്ലാതെ മലമൂത്രം തന്നെ വന്ന് ദ്രവിച്ച് പോയിട്ട് നമുക്കറിയത്തില്ല. 2 കുഞ്ഞുങ്ങളല്ലേ. ആ വീട്ടിലൊരു സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ചിലർ പറയും ഇത് ദൈവത്തിൻ്റെ ശാപമായിരിക്കും, പൂർവികരുടെ ദോഷമായിരിക്കും എന്ന്. അങ്ങനെയൊക്കെ ഒന്നും കയറി പറഞ്ഞേക്കരുത് ഉടനെ. ഇതൊക്കെ തടിതപ്പാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിന് മുതുകത്ത് വെച്ചിട്ട് തല ഊരാൻ വേണ്ടിയുള്ള തൽക്കാല തരികിടമായിട്ടുള്ള ചില പരിപാടികളാണ്. അതായത് എൻ്റെ മക്കൾ ഈ സംഭവത്തിന് ഇതുപോലെ ഞാൻ ഈ DSSകാരുടെ ഒരു കോൺവെൻറ്റിൽ ചെന്ന്, അപ്പോൾ അവർ കപ്പ ഉണക്കുകയായിരുന്നു. കപ്പ അരിഞ്ഞ് അവിടെ വെയിലത്തിൽ ഉണക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഉള്ളതുപോലെ ജീവിക്കുന്ന പാർട്ടിയാണ്. എനിക്ക് അവരെ അറിയാം നല്ലവണ്ണം. അവർ എൻ്റെ ഇടവക വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ അവരുടെ മദർ ഹൗസിലെവിടെ പോയത്. അവിടെ ചെന്നപ്പോഴേ അച്ഛൻ ഞങ്ങളുടെ എല്ലാ വാർഡിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ കൂടെ ഇപ്പോൾ വാർഡെന്നാണ് പറയണത്. അപ്പോൾ മഠമാണത്. ഞാൻ എന്ത് പരിപാടി? അല്ല കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി. അപ്പോഴുണ്ട് ഒരു 10-30 തൊട്ടിൽ. 10-30 തൊട്ടിൽ. അതായത് ഈ 30 തൊട്ടിലും ഞാൻ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ചിലതിന് തല വലുതായിരിക്കുന്നു, ചിലതിന് കൈയും വിരലുകളൊന്നുമില്ല, ചിലർ വളരുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് മലമൂത്രങ്ങളൊക്കെ ചെയ്യണത്. ഞാൻ ഇവരെ എനിക്കത് കണ്ടപ്പോൾ തന്നെ ചങ്ക് പിടച്ചുപോയി. അപ്പോൾ ഇവരെ നോക്കണ സിസ്റ്റേഴ്സ് 3 പേരാവറ്റേ അവിടെ ഉണ്ട്. കൊച്ചു സിസ്റ്റേഴ്സാണ്. അതായത് എൻ്റെ സ്മാർട്ട് സിസ്റ്റേഴ്സ്. അതായത് അവിടെ നമ്മൾ ഒരു ദിവസം നിൽക്കത്തില്ല. കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളവൻ 1 മണിക്കൂർ തികച്ചാലും നിൽക്കത്തില്ല, കണ്ണുനീര് വന്ന് വീഴും. പക്ഷേ ഈ സിസ്റ്റേഴ്സ് കുഞ്ഞുങ്ങളെ പൂമ്പാറ്റകളെ പോലെ പറന്ന് നടന്ന് എന്ത് സ്മാർട്ടായിട്ടാണ് കുഞ്ഞുങ്ങളെ എല്ലാം പരിചരിക്കണത്. അതുങ്ങളൊക്കെ അവിടെ കിടന്ന് മരിച്ചു പോയുള്ളേ, എത്ര വലുതായാലും ശരി. ഈ കുഞ്ഞുങ്ങളെ എന്തിന്? ലോകത്തിന് ആകെപ്പാടെ അറിയാവുന്നത് കാരുണ്യവധം അല്ലെങ്കിൽ അബോർഷൻ, ഇതേ അറിയാൻ പാടുള്ളൂ. ദൈവത്തെ അംഗീകരിക്കാത്ത ഒരു ലോകത്തിന് ഈ കുഞ്ഞുങ്ങളുടെ മേലുള്ള ഒരു തീരുമാനം എന്ത് പറഞ്ഞാൽ ഒന്നെങ്കിൽ അബോർഷൻ അല്ലെങ്കിൽ എന്താ
അല്ലെങ്കിൽ കാരുണ്യവധം. ഇതേ അറിയാൻ പാടല്ലോ. ദൈവത്തിനെ അംഗീകരിക്കാത്ത ഒരു ലോകത്തിന് ഇതേ. പക്ഷേ ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ എന്താണ്, ഈ 10-30 വയസ്സുള്ള സിസ്റ്റേഴ്സ്, നല്ല മിടുക്കികളായിട്ടുള്ള ഭംഗിയുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള സിസ്റ്റേഴ്സ്, അവരുടെ കുഞ്ഞുങ്ങളെക്കാൾ ഭയങ്കരമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ അവർ സംരക്ഷിക്കുന്നത്. അത് കണ്ടപ്പോഴേ ഞാൻ ഓർത്ത്, ഇത് എന്തൊരു ജന്മം. ഞാൻ കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല ഓർത്ത്, സത്യം പറഞ്ഞാൽ ഞാൻ ആ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഓർത്ത്. നമ്മുടെ പെങ്ങന്മാരും മക്കളുമാണ് അവിടെ പോയി നോക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. മാതാവ് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയ പാടാണ് നമ്മൾ പഠനം. അപ്പോൾ അതുങ്ങളെല്ലാം കൂടി എത്ര കാലമാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. എന്നിട്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ അവിടെ മുഖത്തൊക്കെ എന്തൊരു പ്രസരിപ്പാണ്. ഇന്നിപ്പോൾ അഭയ കേസിൻ്റെ വിധിയാണ്. അതൊരു വശമാണ് ശരിക്കും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്ത് ഈ പബ്ലിക്, പൊതുസമൂഹം എന്ത് ചെയ്തിരിക്കണേ, എങ്ങനെയെങ്കിലും ഈ അച്ഛന്മാരെയും സിസ്റ്ററിനെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി അങ്ങ് ഗോഗ വിളിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഭയങ്കര ശ്രമങ്ങളാണ്. പക്ഷെ നമ്മൾ തോക്കത്തില്ല. എന്താ കാര്യം? നമ്മുടെ ആൾ തോറ്റിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ ആശ്രയം. ഇപ്പം ഞാനൊക്കെ വീട്ടിൽ നിന്ന് പോന്നിട്ട് 35 കൊല്ലമായി. ഈ 45ാമത്തെ കൊല്ലവും നിന്നുകൊണ്ട് ഈ തുണിയില്ല കുറിച്ചൊക്കെ കയറി അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തോറ്റിട്ടില്ല. അവൻ തോക്കത്തില്ല. ലോകം എന്ത് പറയുന്നു, എന്ത് ബ്രാൻഡ് ചെയ്യുന്നു, ഇതൊന്നും ഒരു ദൈവവിളിയുള്ള ഒരു കൃപ ആർജിച്ചിട്ടുള്ള വ്യക്തിക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഓർക്കുക, ഇത് കത്തോലിക്ക സഭയാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഞങ്ങളിൽ ആരെങ്കിലും, ഞങ്ങളുടെ പെങ്ങന്മാർ തന്നെ, ഞങ്ങളാരും ഡിസോൺ ചെയ്യണില്ല. അഭയ കേസ് പെട്ട ഒരു അച്ഛനെ ഒരു കന്യാസ്ത്രീ ഞങ്ങൾ ഡിസോൺ ചെയ്യണില്ല. അവരിപ്പോഴും അവർക്ക് എന്ത് സംഭവിച്ചാലും അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഞങ്ങളുടെ ആങ്ങളെയും ഞങ്ങളുടെ ചേട്ടനും ഞങ്ങളുടെ അനിയത്തിയും ഒക്കെയാണ്. ഒരു പ്രശ്നമില്ല എൻ്റെ അടുത്ത്. ഞങ്ങളുടെ ഇടയിൽ മനുഷ്യൻ രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫ്ലോപ്പ് സംഭവിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരോപണങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് ജനഹിതത്തിനാണല്ലോ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടത്. ഇന്ന് നടക്കുന്നത് എന്താണ്? കോടതി പോലും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? പണ്ടൊക്കെ ജഡ്ജിമാർ പത്രം വായിക്കത്തില്ലായിരുന്നു. ഇന്ന് ജഡ്ജിമാർ പത്രം വായിക്കും. സത്യമായിട്ടും എന്തിനാണെന്നറിയാവോ? പണ്ട് ജഡ്ജിമാർ TV കാണത്തില്ലായിരുന്നു. എന്താ കാര്യം? അവരുടെ ജഡ്ജ്മെൻറ്റിനെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മീഡിയയും കാണും, അതുപോലെ പത്രവും വായിക്കും. മീഡിയ എന്ത് പറയും? മീഡിയ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വിധി ഉണ്ടാക്കുന്നതിനൊക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രലോഭനമാണ്. ഈ കാലത്തിൽ ഓരോ സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ചില സമയത്ത് അതുകൊണ്ട് നിഷ്കളങ്കരായിട്ട് പോലും പല ആൾക്കാരും വലിയ ബലിയാടുകളായി തീരും. എനിവേ വാട്ട് എവർ വിത്ത് ഹാപ്പൻ, എന്ത് സംഭവിച്ചു കൊള്ളട്ടെ. പക്ഷേ എപ്പോഴും ഓർക്കണം, ഇവരൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു നോക്കുകുത്തി പോലെ നിൽക്കുന്ന ഈ വൈദികനും സിസ്റ്ററുമൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലമുണ്ട്. അവരൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കാലത്തും സഭയിൽ ജീവിക്കുന്ന കാലത്തുമൊക്കെ ഞാൻ ഈ 35 കൊല്ലം സഭയിൽ ജീവിച്ചുകൊണ്ട് പറയും, 45 കൊല്ലം സഭയിൽ ജീവിച്ചുകൊണ്ട് പറയുകയാണ്. ഞങ്ങളൊക്കെ വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ, 10 രൂപയാണ്, 10,000 രൂപയാണ്, 4,000 രൂപ ഭക്ഷണവും 6,000 രൂപ ചിലവും, അത്രയേ ഉള്ളൂ. ഈ സഭയിൽ ഇത്രയും നാൾ ജീവിച്ചിട്ട് ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല, ഒരു പരിഭവവുമില്ല. ജനങ്ങളുടെ രീതിയിൽ ഞങ്ങളോട് പെരുമാറുന്നുണ്ട്, മോശമായിട്ടും നല്ലതുപോലെ. സഭ മേൽക്കടകങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പെരുമാറ്റം കിട്ടുന്നുണ്ട്. ഇതൊന്നും എന്താണ് ഞങ്ങളെ തളർത്താത്തത്? എന്താണ്? അതിനാണ് കഴിവെന്ന് പറയണത്. ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടിട്ട് ആരെയും തള്ളിപ്പറയത്തില്ല. അവർ തിരിച്ചു വരും. നല്ല ബോധ്യമുണ്ട് ഞങ്ങൾക്ക്. അതിനേക്കാൾ വലിയ കൃപയിൽ തന്നെ അവർ വിശുദ്ധരായിട്ട് മരിക്കുകയും ചെയ്യും. അത് കാര്യം, ഇത് വിശുദ്ധരുടെ സഭയാണ്. ഇത് ചില സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പീഡനങ്ങളും ചിലപ്പോൾ നമ്മളുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് ശിക്ഷ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷത്തോടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും ഓർക്കുക, അതിനേക്കാൾ അതിലംഘിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയണത്. അത് നേടാനും അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ അതിൽ അനുതപിക്കുവാനും അനുതാപത്തിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ കൃപ ആർജിക്കാനും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അവസരമായിട്ട് മാത്രമേ സഭ ഇത് കാണുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും നമ്മളൊരുമിച്ച് വിശ്വാസികളും. എന്താ കാര്യം എന്നറിയാവോ? ഇത് ഒരു അനുതാപം കൊണ്ട് നമ്മൾ കഴിവ് നേടുന്ന, കൃപ ലഭിക്കുകയും അതിനെ അതിജീവിക്കുകയും
അതിജീവിച്ച് കുരിശിനെപ്പോലും ജയിക്കുന്ന ഒരു വലിയ വിശ്വാസത്തിൻ്റെ ജീവിത സരണിയിൽ സാക്ഷ്യം വഹിക്കുന്നതാണ് സഭയുടെ ഏറ്റവും വലിയ ഉദ്യമം, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ യോഗ്യത. ഞാൻ പറഞ്ഞു വരുന്നത്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന്. അപ്പോൾ ദൈവമക്കളുടെ ജോലി എന്താ? ദൈവമക്കളുടെ ജോലിയാണ് കുരിശിൽ കയറുക എന്നുള്ള ജോലി. അതാണ് സംഭവം. ഇപ്പോൾ വീടില്ലേ, ഇപ്പോൾ യോഹന്നാൻ 1:12 എന്താ പറയണത്? തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. എന്തിനുള്ള കഴിവാണത്? 9-ാം മാസം 7-ാം ദിവസം വലിയ വയറും വലിച്ചുകൊണ്ട് 175 കിലോമീറ്റർ സഞ്ചരിച്ച് പോയി കാലിത്തൊഴുത്തി കിടന്ന് പ്രസവിക്കാനുള്ള കഴിവാണ്. അതാണ് കഴിവ്. ലോകത്തിൻ്റെ കഴിവെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആ കഴിവല്ല ഇത്. കൃപയുടെ കഴിവെന്ന് പറയണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആകുമ്പോൾ 2 കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം നമ്മളുടെ കൈവശം കയ്യിൽ നിന്ന് വന്ന അപരാധമായാലും അബദ്ധമായാലും അതിലെന്താണ് ഉണ്ടാകുന്ന ഭാരമായാലും എന്ത് ഭാരമായാലും ഇതൊന്നും കർത്താവിൻ്റെ തോളെ വെച്ച് കൊടുക്കരുതെന്നാണ് ബൈബിൾ പറയണത്. കർത്താവ് തന്ന ഭാരമാണെന്ന് പറയരുതെന്ന്. നമ്മുടെ പലരും അങ്ങനെയല്ല പറയണത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓ ദൈവം തന്നതല്ലേ. ഇനി സഹിക്കാതിരിക്കാൻ പറ്റുമോ? ജെറമിയ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ജെറമിയ 33-ന്റെ 34 അതായത് ജെറമിയ 23-ന്റെ 33-34 വചനങ്ങൾ. ജെറമിയ 23-ാം അധ്യായം 33-34 വചനങ്ങൾ. കർത്താവിൻ്റെ ഭാരമെന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കുക. മനസ്സിലായില്ലേ? അതെ. ഇപ്പം 2 കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് തന്നാണെന്ന് അല്ല കർത്താവ് എനിക്കൊരു പണി വെച്ചെന്ന് പറഞ്ഞേക്കുന്നതാണ് പറയണത്. ഭാരത്തെ സമീപിക്കുന്ന രീതിയുണ്ട്. അത് 33 അതിനേക്കാൾ രസമാണ്. കർത്താവ് എന്താണ് ഫലമേൽപ്പിച്ചത് എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ തന്നെയാണ് ആ ഭാരം, നിങ്ങളെ ഞാൻ വലിച്ചെറിയോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ദൈവത്തിന് നമ്മൾ ഭാരമായി മാറണത് എപ്പോഴാണ് ദൈവത്തിന് ഭാരമായി മാറണത്? നമ്മൾ ദൈവത്തിന് ഭാരമായി മാറുന്നത് എപ്പോഴാണ്? അങ്ങനെ സംഭവമുണ്ട്. നമ്മൾ പറയണ ഭാരം എന്താണ്? കർത്താവ് നമുക്ക് ഭാരം തന്നാണെന്നാണ് പറയണത്. ദൈവം തന്നതല്ലേ, ഇത് വിധിയല്ലേ. ഇത് വിധിയാണെന്ന് ഹൈന്ദവ സഹോദരങ്ങൾ പറയുന്നതിന് പകരം ക്രിസ്ത്യാനികൾ എന്താ പറയണത്? ദൈവം തന്നതല്ലേ എന്ന്. അപ്പോൾ ദൈവം തന്ന ഭാരം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് ജെറമിയ പറയണത്. ശ്രദ്ധിക്കുക, കർത്താവിൻ്റെ ഭാരം. ജെറമിയ 23:34 കർത്താവിൻ്റെ ഭാരം എന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിനാരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും. എന്താ കാര്യം? ദൈവം ആർക്കും ഭാരം കൊടുക്കണില്ല എന്നതിൻ്റെ അർത്ഥം. ദൈവം ആർക്കും ഭാരം കൊടുക്കുന്നില്ല. പിന്നെ എന്താ സംഭവിക്കണത്? സ്വാഭാവികമായ ജീവിതത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവനാമത്തിലാണ് ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് എന്നാ സംഭവിക്കും? അത് കൃപയായി മാറും. ഇപ്പോൾ നമ്മൾ യോഹന്നാൻ 1:12 വായിച്ചില്ലേ? തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് വെച്ചു. അപ്പോൾ ഈ വിഷയത്തിൽ വരേണ്ടത്, അതായത് ഭാരം വഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഭാരം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചാൽ മരണം വരെ നമ്മൾ ഭാരം എടുത്തു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കും. ചിലതെടുക്കപ്പെടും, ചിലതെടുക്കപ്പെടത്തില്ല. എന്താ കാര്യം? ചില ഭാരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം യോന എന്നാ പറഞ്ഞത്?
കപ്പലിലുള്ള ആൾക്കാർ ഭാരം കുറക്കാൻ വേണ്ടി കുറേ പരിപാടിയൊക്കെ അവർക്കറിയാവുന്ന കുറച്ച് പൊടിക്കുകയൊക്കെ ചെയ്ത്, കപ്പലിന് ഭാരം കുറക്കാൻ വേണ്ടിയേ അവർക്കറിയാവുന്ന കുറച്ച് പൊടിക്കൈകളൊക്കെ അവർ ചെയ്ത്. എന്താ? ഗോതമ്പ് ചക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് വെള്ളത്തിൽ കളഞ്ഞ്. എന്നിട്ടും കാറ്റും കോളും ശമിക്കാതിരുന്നപ്പോൾ എല്ലാ ചരക്കും എടുത്ത് പുറത്ത് കളഞ്ഞു എന്നാണ് യോനയുടെ പുസ്തകം പറയണത്. പക്ഷെ കളയേണ്ട ചരക്ക് അടിത്തട്ടി കിടന്ന് ഉറങ്ങുകയാണ്. ഭാരം വേണം, ശരിക്കുമുള്ള ഭാരമുണ്ടേ. ആരാണത്? യോന. യോനയ്ക്ക് എങ്ങനെയാണ് ഭാരം വർദ്ധിച്ചത്? നമ്മൾക്ക് എങ്ങനെയാണ് ഭാരം ഉണ്ടാകണത്? ഭാരം വർദ്ധിക്കണത് എങ്ങനെയാണ്? ദൈവ വഴികൾ അന്വേഷിക്കാതെ നമ്മുടെ സ്വന്തം വഴികൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. യോനയോട് പറഞ്ഞാണ് മര്യാദക്ക് നിനവിൽ പോകാൻ. യോന പേടിച്ചിട്ടാണ് കപ്പലിൻ്റെ അടുത്തട്ടിപ്പ് കിടന്നുറങ്ങി. പുള്ളിക്കാരൻ്റെ ഭാരം കൂടി, കപ്പലിൻ്റെ ഭാരം കൂടി. അപ്പോൾ യോന തന്നെ പറഞ്ഞു 1:5 യോന 1:5 ഉണ്ടത്, 1:12 എന്നെ എടുത്ത് കടലിലേക്ക് എറിയൂ, ഭാരം കുറയുമെന്ന്. കാര്യം ഞാനാണ് ഭാരമെന്ന്. ഞാനാണ് ഭാരമെന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ടാണ് കർത്താവിൻ്റെ ഭാരമെന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിന് ആരെങ്കിലും പറഞ്ഞാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ദൈവത്തിൻ്റെ ഭാരം. അതായത് ഇത് ജെറമിയ 23:33 കർത്താവ് എന്താണ് ഭാരമേൽപ്പിച്ചത് എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ തന്നെയാണ് ആ ഭാരം. ഈ ജെറമിയായുടെ ഈ 23:33 കൂട്ടി വെച്ച് വായിക്കേണ്ടത് ആരുമായിട്ടാണ്? യോന 1:5 1:12 എന്താണ്? കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഓരോ ചാക്കും എടുത്ത് പുറത്ത് കളയുകയാണ്. എന്നിട്ടും ഭാരം കുറയണില്ല, കടലാക്രമണവും കുറയുന്നില്ല. അപ്പോൾ യഥാർത്ഥ ഭാരം അടുത്തടി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ യോന പറഞ്ഞു, ഞാനാണ് ഭാരം. എന്താണ് ആ ഭാരം? നിങ്ങൾ ഓരോരുത്തരുമാണ് ഭാരമെന്നല്ലേ ജെറമിയ പറഞ്ഞത് 23:33. ഇപ്പോഴ് യോന പറയുന്നുണ്ട് ഞാനാണ് ഭാരം. എന്താണ് ഭാരം? ദൈവഹിതം എന്താണെന്നറിഞ്ഞിട്ട് ആ ദൈവഹിതത്തിനോട് യോജിക്കാത്ത വ്യക്തികളെല്ലാം സ്വന്തമായിട്ട് ഭാരം കൂട്ടിക്കൊണ്ടേയിരിക്കും. സ്തുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അർത്ഥത്തിലാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? ഗലാത്യർ 6:5 ഓരോരുത്തൻ്റെ ഭാരങ്ങളെ അവനവൻ വഹിക്കേണ്ടി വരും എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ എൻ്റെ മക്കളെ, ഇത് നമ്മുടെ വിധിയാണെന്നല്ല പറയേണ്ടത്, മറിച്ച് ഈ അസൈൻമെൻറ്റിലൂടെ ദൈവമക്കളാകാനുള്ള കഴിവ് ഞാൻ പ്രാപിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള നമ്മൾക്ക് സ്മൂത്ത് അല്ലാത്ത, നമുക്ക് സങ്കടമുണ്ടാക്കുന്ന, പ്രതിഷേധമുണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ സഹനമുണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും എന്താണത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെയാണ് നമ്മൾ ഉണ്ണീശോയായിട്ട് ജനിക്കണത്, പുനർജന്മം പ്രാപിക്കണത്. ഓരോ വ്യക്തിയും ഉണ്ണീശോയായിട്ട് പുനർജന്മം പ്രാപിക്കാനുള്ള കഴിവ് എന്ന് വെച്ചാൽ ദൈവമക്കളാകാനുള്ള കഴിവാണ്. യോഹന്നാൻ്റെ 1:12 ഈ ദൈവ മക്കളാകാനുള്ള കഴിവ് പ്രാപിക്കണത് എങ്ങനെയാണ്? അതിന് അനുപേക്ഷണീയമായ കൃപ ആർജിച്ചുകൊണ്ടാണ്. ഇപ്പോഴേ പഞ്ചായത്തിലൊക്കെ ഭരണം തുടങ്ങിയിരിക്കുക. അപ്പം പഞ്ചായത്ത് ഭരണത്തിൽ ഓരോ വിഷയത്തിലും
പദ്ധതി ഉണ്ടെങ്കിൽ ഫണ്ടിങ് ഉണ്ടാവും. പദ്ധതി പ്രകാരമേ പഞ്ചായത്ത് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? പക്ഷേ പദ്ധതിക്ക് അലോട്ട്മെൻ്റ് ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടുണ്ടാവും. അപ്പം പദ്ധതി ഉണ്ടെങ്കിൽ ഫണ്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഞാൻ 2 കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അതൊരു പദ്ധതിയാണ്. ഞാൻ 3 സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 30 കുഞ്ഞുങ്ങളെ നോക്കുന്ന, അതൊരു പദ്ധതിയാണ്. അതൊരു പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും അതല്ലാതെ അത് കർത്താവ് തന്ന ഭാരമെന്നല്ല പറയേണ്ടത്, അതൊരു പദ്ധതിയാണ്. ആ പദ്ധതിയാണെങ്കിൽ എന്താണ്? ഇഫ് ദർ ഇസ് എ പ്രോജക്റ്റ് ദർ ഇസ് എ ഫണ്ടിങ്. അതിന് ഫണ്ടിങ് ഉണ്ട്, കഴിവുണ്ട്, കൃപ. അതിനാണ് കൃപയെന്ന് പറയുന്നത്. നമ്മൾ ഉണ്ണീശോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആകുന്നതിന് വേണ്ടി ദൈവം പല പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, പാകോടമ്പടി കൊന്നെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. എന്താ കാര്യം? അവരെന്താ കൊന്നത്? ഈ പാക ഉടമ്പടി ചെയ്യാത്തതെന്നാണ് അപ്പന്മാർ. ചില അപ്പന്മാർ, എല്ലാ അപ്പന്മാരല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും നാളിലെ ഒത്തിരിയേറെ കംപ്ലയിൻറ്റുകളും പ്രാർത്ഥനകളും ഇവിടെ വന്നിട്ടുണ്ട്. പാക ഉടമ്പടി ചെയ്യണില്ല, കാരണം മാറി താമസിക്കാൻ പറ്റണില്ല, ഞങ്ങൾക്ക് വല്ല ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം പറയണമില്ല. ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾക്ക് പിന്നെ കടം മേടിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് അത് തുറന്ന് പറയത്തുമില്ല. അപ്പോഴേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം. ഞാൻ ഇത്രയും നാളെ മനസ്സിലാക്കിയ ഒരു അവസ്ഥ ഇതാണ്. അതായത് പാക ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കാത്ത അപ്പൻ അങ്ങേർക്കൊരു 65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേര് എന്തോ ദുഷ്ടലാക്ക് ഉദ്ദേശിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മരണശേഷം മിക്കവാറും മക്കൾ കടിപിടി കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ആജീവനാന്തം അവർ മിണ്ടാതെങ്കിലും നടക്കും. സ്വന്തം മക്കളെ ജനിപ്പിച്ചിട്ട് പരസ്പരം അടുപ്പിച്ചിട്ട് അപ്പന്മാർക്ക് എന്നാ കിട്ടാനാ? ഇനി നിങ്ങൾ ഒരാൾക്ക് കൂടുതൽ കൊടുത്ത് ഒരാൾക്ക് കുറച്ച് കൊടുത്ത കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം ഏത് ഭാഗത്ത് നിൽക്കുന്നു? അവനല്ലേ സമാധാനം അനുഭവിക്കത്തുള്ളൂ. അപ്പോഴേ ഏതെങ്കിലും മക്കളോട് പ്രത്യേകിച്ച് പിന്നെ ചില അപ്പന്മാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കണ ഇതാണ്, എൻ്റെ ആശുപത്രി നോക്കിയതും എൻ്റെ ചിലവെല്ലാം എടുത്തത് ഇളയ മകനാണ് അല്ലെങ്കിൽ മൂത്ത മകനാണ്. ദാറ്റ്സ് ഓക്കെ, അതിലൊക്കെ മനസ്സിലാവുന്ന വിഷയമാണ്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു കുടുംബമെല്ലാം കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന സമയത്ത് തിക്കുമുട്ടൽ ചേട്ടൻ്റെ അനുജൻ്റെയും മക്കളെല്ലാം ഒരു വീട്ടിൽ താമസിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലിടിയും അസ്വസ്ഥയിൽ പോരാൻ കൊറോണയും കൂടി ആയപ്പോൾ പുറത്തിറങ്ങാൻ പറ്റണില്ല, ഇത് അകത്തിരിക്കാനും പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ മാനസികമായിട്ട് അകന്നു പോകും. ഉള്ളതെങ്കിൽ ഉള്ളത് നേരത്തെ അങ്ങോട്ട് പറയണമെങ്കിൽ പിന്നെ ബാക്കിയുള്ള വിഷയം ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ വിഷയത്തിൽ എന്ന് വെച്ചാൽ ഈ ഭാരം ആരുണ്ടാക്കിയതാണ്? നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. ദൈവികമായ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് ചില ജഡിക തീരുമാനം എടുക്കുന്ന വഴി അമ്മയും ഈ കാര്യത്തിൽ വലിയ പുള്ളിയാണ്. കാര്യം ചില അമ്മമാർക്ക് വഴിവിട്ടാണ് മക്കളോട് ബന്ധം. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് എന്താണ്? മകൾ പെര വെക്കണമെങ്കിൽ ഹായ്, മകൻ പെര വെച്ചാൽ ഓഹോ. രണ്ട് പേരുടെ അമ്മയാണ്, അമ്മയുടെ പ്രതികരണമാണ്. ഒരു കാർട്ടൂൺ ഞാൻ വായിച്ചതാണ് ഈ ദിവസങ്ങളിൽ. മകൻ പെര വെച്ചെന്ന് കേട്ടപ്പോൾ മകൾ പെര വെച്ചെന്ന് ഹായ് എന്ന് പറയും, ആരമ്മ പറയും. മകൻ പെര വെച്ച ഓഹോ, ഏതാണ്ട് ഒരു ഇരുത്തിയിട്ടൊരു ഓഹോ. അപ്പോൾ എന്തിനാ ഇത്? നിങ്ങളുണ്ടാക്കുന്ന ഭാരമാണിത്. ഈ ഭാരം ഞാനിങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ക്രിസ്മസിൻ്റെ കൃപ ആർജിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്വയമായിട്ട് കുടുംബത്തിൽ ഭാരം ഉണ്ടാക്കുന്നു, മക്കൾക്ക് ഭാരം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴെന്താ പ്രശ്നം വെച്ചാൽ ഇതുപോലെ മക്കളും ചെയ്യുന്നുണ്ട് മാതാപിതാക്കന്മാരോട്. അച്ഛന് എന്താണ് മാതാപിതാക്കന്മാരെ കുറിച്ച് പറയുന്നത്? ഞങ്ങളിവിടെ അനുഭവിക്കുന്ന കാര്യം അച്ഛനറിയാവുക. മക്കളായിരിക്കും അവിടെ വില്ലന്മാർ. അതുകൊണ്ട് അമ്മ അങ്ങനെ പറയണത്, മക്കളെ മാതാപിതാക്കന്മാരൊക്കെ ആയാലും ഭാരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം അങ്ങനെ ഉണ്ടായാലും എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ ഫണ്ടിങ് ഉണ്ട്, കൃപ അലോട്ടിങ്, അത് കിട്ടാണ്ട് വരും. അപ്പോൾ ദൈവം കൈവിട്ടാൽ പിന്നെ നിങ്ങൾ എന്തെല്ലാം കുസ്തി കാണിച്ചൊരു കാര്യമില്ല. അഥവാ നിങ്ങളങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ മറന്ന് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ചെറിയ നോൻപ് കാലമാണ്, നമ്മൾ ഉപവാസം എടുക്കുന്നവരുണ്ട്. പക്ഷെ ഉപവാസം എടുക്കുന്നവരുണ്ടെങ്കിലും
നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് ഈ ദിവസം ഇവിടെ അച്ഛൻ വായിക്കണം ഞാൻ കേട്ടായിരുന്നു. അല്ല, ഇവിടെ പള്ളിയിൽ ഞാൻ കുർബാനയൊക്കെ കൂടുകയായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് ഉപവസിക്കാൻ പോയി. എങ്ങനെ ഉപവസിച്ചെന്നറിയാവോ? നമ്മുടെ ദാനിയേലിനെ പിടിച്ച് കൊണ്ട് കിണറ്റിട്ടച്ച് ഉപവസിക്കാൻ പോയെന്ന്. ഇങ്ങനെയുള്ള ഉപവാസങ്ങളുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് രസമാണത്. ദാനിയേലിൻ്റെ പുസ്തകം സ്തുതിയുടെ മകളെ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. സ്നേഹമേ സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 6:16. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. ആറ് 18 പറയുന്നത്, എന്നിട്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചു കൂട്ടി. എങ്ങനെയുണ്ട് ഉപവാസം? പാവപ്പെട്ട ദാനിയേലിനെ പിടിച്ച് കിണറ്റിലിട്ടേ പുള്ളിക്കാർ ഉപവസിക്കാൻ പോയെന്ന്. ചെറിയ നോൻപ് കാലത്ത് ഉപവാസം ഇങ്ങനെയും വരും. മക്കളെ പിടിച്ച് കിണറ്റിലിട്ടും മാതാപിതാക്കന്മാർ ഉപവസിക്കാൻ പോകും. ഇതുപോലെ ഞാൻ ഭാഗവടമ്പടി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഓരോരോ ഇപ്പം അയൽവാസിക്ക് വഴി വിട്ട് കൊടുക്കാതിരിക്കുകയും വെള്ളം കൊടുക്കാതിരിക്കുകയും വെളിച്ചം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യും. പലതരത്തിൽ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയുള്ള എല്ലാവിധ ചതിക്കുഴികളും ഒപ്പിക്കും. ലോൺ കിട്ടാതിരിക്കാൻ വേണമെങ്കിൽ ബാങ്കിലേക്ക് അവരെ വിളിച്ചു പറയും. ഒരു PSCയുടെ ടെസ്റ്റ് വന്നാൽ തിരിച്ച് പറയത്തില്ല, അപ്പുറത്തേക്ക് പറയത്തില്ല. കാര്യം രണ്ടുപേരും നേഴ്സിംഗ് പഠിച്ചിരിക്കുകയും PSCക്ക് നേഴ്സിംഗ് എപ്പോഴും വിളിക്കാറില്ല, 2 കൊല്ലം കൂടുമ്പോൾ വിളിക്കാറുള്ളൂ. പക്ഷെ അറിഞ്ഞാൽ മിണ്ടാതിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ പിടിച്ച് കിണറ്റിലിട്ടും നമ്മൾ ഉപവസിക്കും. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ IELTS പാസ്സാകാൻ വേണ്ടി. ഇവിടേക്കൊരു പ്രശ്നം വന്നത്, എന്തുകൊണ്ട് ക്രിസ്മസ് നമുക്ക് അവകാശമാകുന്നില്ല, എന്തുകൊണ്ട് ഓഹരി ആകണമല്ലോ വെച്ച് കഴിഞ്ഞാൽ നെബൂഖദ്നേസറിൻ്റെ ഉപവാസം പോലെയാണ്. വിശുദ്ധനായ ഒരു മനുഷ്യനെ പിടിച്ച് കിണറ്റിലിട്ടും പുള്ളിക്കാരനെ ഉപവസിക്കാൻ പോയെന്ന്. 6:18 ചെറിയ നോൻപ് അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടാവണം. നമ്മുടെ ഭാരങ്ങൾ നമ്മളായിട്ടുണ്ടാക്കുന്ന ഭാരങ്ങളാണ്. അത് കർത്താവിൻ്റെ ഭാരങ്ങളാണെന്ന് പറയരുതെന്നാണ് പറയണത്. ഇനി ജീവിതത്തിൽ ജന്മന എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ദൈവിക പദ്ധതി, വെറും പദ്ധതിയല്ല, വിധിയല്ല. നമ്മുടെ കഴിവ് എന്ന് വെച്ചാൽ കൃപ ആർജിക്കാൻ വേണ്ടി അമ്മ 175 കിലോമീറ്റർ സഞ്ചരിച്ച ഈ വയറും വരച്ചുകൊണ്ട് 175 കിലോമീറ്റർ സഞ്ചരിച്ച കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അവിടെ തന്നെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ഭാരം എങ്ങനെ അമ്മ വഹിച്ചു? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. നമ്മൾ മംഗളവാർത്തയിൽ 1:28 പറയുന്ന കൃപ നിറഞ്ഞവളെ സുസ്ഥി. അമ്മയിൽ കൃപ നിറഞ്ഞത് കൊണ്ടാണ് അമ്മയും വേറെ 9-ാം മാസത്തെ വയറും വരിച്ചുകൊണ്ട് 175 കിലോമീറ്റർ അവസാനം യാത്ര ചെയ്തത്. എല്ലാ ഭാരവും അവനവൻ്റെ ഭാരങ്ങൾ അവനും വഹിക്കണമെന്ന് ഗലാത്യർ 6:5 പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഭാരം വഹിക്കുമ്പോൾ
അതിനുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്, ദൈവകൃപയുണ്ട്. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. കൃപയാണ് യോഹന്നാൻ 1:12 കഴിവെന്ന് പറയണത്. അത് ഭാരം വഹിക്കാനുള്ള കഴിവാണ്. കൃപയാണ് ഭാരം വഹിക്കാനുള്ള കഴിവ്. കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. മനുഷ്യന്മാരുടെ ശക്തിയേക്കാളുപരി ദൈവത്തിൻ്റെ ശക്തിയാണ് കൃപ. ആ കൃപയാണ് ഭാരം വഹിക്കാനുള്ള കഴിവ്. ആ കഴിവാണ് പരിശുദ്ധമ്മ ആർജിച്ചത്. പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, പരിശുദ്ധ അമ്മയെ പോലെ എല്ലാ ഭാരവും ജീവിതം നൽകുന്ന എല്ലാ ഭാരവും വഹിക്കാനുള്ള കൃപയാകുന്ന കഴിവ് ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ ഇപ്പോഴും ലഭിക്കുവാൻ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഞങ്ങൾക്ക് കൃപയും കഴിവും ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ സന്തോഷിക്കുക. നമ്മൾ ആരാധന ഈശോ അനേകം മക്കളെ സുഖപ്പെടുന്നതായിട്ട് നമ്മുടെ യൂട്യൂബിലെ കൃപാസനത്തിൻ്റെ ഗൂഗിൾ മീറ്റിലൊക്കെ ജനങ്ങൾ ഇപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും 4 സാക്ഷ്യം വെച്ച് നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട് എല്ലാ ദിവസവും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, 4 സാക്ഷ്യം വെച്ച് ഇപ്പോഴും എല്ലാ ദിവസവും ഇടുകയാണ്. അപ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു അൾത്താരയിൽ നിന്നാണ് ഇപ്പോഴും നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കർത്താവ് ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്ന ആൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യണത്. 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്രത്യക്ഷമായിട്ട് അവിടെ നിൽക്കും ആൾ ആരാധനയുള്ളപ്പോഴേ. കൃപാസ സംഭവിച്ചത് അപ്രത്യക്ഷമായിട്ട് നിന്ന ആൾ പ്രത്യക്ഷപ്പെട്ടു. അത് തന്നെയാണ് എപ്പോഴും നടക്കുന്നത്. എല്ലാ ആരാധനയിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ബോധം കൃപാസനം അൾത്താരയിൽ ആരാധന കൂടുന്നവർക്കുണ്ടാകണം. എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആളിവിടെ ഉണ്ട്. ആ ഒരു ബോധത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, ഈ ഭാരങ്ങളെല്ലാം 2 തരത്തിൽ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒന്ന്, ഇപ്പം നീ രോഗിയാണെങ്കിൽ നിന്നെ സുഖപ്പെടുത്തുമ്പോൾ അത് ബ്ലെസ്സിങ്സാണ്. ചിലപ്പോൾ നിന്നെ രോഗിയാകാം, ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറയും. പക്ഷേ അപ്പോഴും നിനക്ക് കഴിവ് കിട്ടും, കൃപയുടെ കഴിവ് കിട്ടും, അതിനെ അതിജീവിക്കാനുള്ള. അത് ഓരോരുത്തരുടെ ആധ്യാത്മിക നിലവാരം അനുസരിച്ചുകൊണ്ട് ദൈവം അവരോട് ആനുകൂല്യം കാണിക്കും. ചിലർക്ക് കഴിവ് നൽകും, ചിലർക്ക് കൃപ അനുഗ്രഹം നൽകും. എന്തായാലും രണ്ടും നമുക്ക് അനുഗ്രഹമാണെങ്കിൽ ഈ ജീവിതത്തിന് നമുക്ക് പ്രയോജനം ചെയ്യും. അത് കൃപയാണെങ്കിൽ നിത്യത വരെ പ്രയോജനം ചെയ്യും. എപ്പോഴും നമ്മൾ ആർജിക്കണത് ദൈവം നൽകുന്നൊരു സംഭവം കഴിവാണ്, ദൈവമക്കളാകാനുള്ള കഴിവാണ്. അത് ആർജിക്കാൻ വേണ്ടി തുറന്നൊരു മനസ്സ് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളോട് കാണിക്കണം. അച്ഛനോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുമനസ്സ് അതെന്തായാലും അത് ഉൾക്കൊള്ളുവാനുള്ള വലിയ മനസ്സ് അതിനുള്ള കൃപയെ ആർജിക്കാനുള്ള കഴിവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ്? കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ്. കാര്യം അത് ഞാൻ ആ പ്രാർത്ഥന പഠിച്ചത്, അത് വലിയൊരു പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളുടെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും, നിങ്ങളുടെ തെങ്ങ് ഫലം കായ്ക്കാതിരിക്കുമ്പോഴും അതിനു വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും, നിങ്ങളുടെ മക്കളുടെ വിസ എംബസിയിൽ കുടുങ്ങുമ്പോഴും അത് റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഒക്കെ ഞങ്ങൾ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കണത്? കർത്താവേ, അങ്ങയുടെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ്. എന്താ കാര്യം?
ഈശോ പ്രാർത്ഥിച്ച, ഞാൻ ഈശോയ്ക്ക് എന്നാ പ്രാർത്ഥന കിട്ടിയത്, എനിക്ക് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. വലിയ ചോരവിയർപ്പിൻ്റെ ഒരു സമയം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഈശോയോട് പറഞ്ഞു, ജീസസ് സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രണ്ടുപേരും കേട്ടോ ഇപ്പോഴേ എന്ന് പറയും. എന്താ കാര്യം? ഇപ്പോൾ പ്രാർത്ഥിക്കണം, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നിൻ്റെ കോർട്ടിൽ നിന്ന് ബോൾ പോവുകയാണ് ഈശോ, അപ്പ നേരിട്ട് ചെയ്യേണ്ട കാര്യമാണ്, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തോരു മനോഹരമാണെന്നറിയാവോ? കാര്യം അപ്പാടെ വില്ലാണ് ഈശോ ടേക്ക് ഓവർ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഈശോ ഏറ്റെടുക്കാൻ പോണത്. അപ്പാടെ മനസ്സാണ് ഈശോ ഏറ്റെടുക്കാൻ പോണത്. എന്ന് വെച്ചാൽ ദൈ വിൽ ബി ഡൺ എന്നുള്ള പ്രാർത്ഥനയുടെ വേറൊരു ഭാവമാണത്. അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുന്നത്. വാട്ട് എവർ ബി ദ കേസ്, എന്നെ സംബന്ധിച്ചുള്ള എക്സ് ഓർ വൈ, എനിക്ക് എന്ത് സംഭവിച്ചാലും ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അപ്പയുടെ മനസ്സ്. ഈ ചോര വിയർക്കുമ്പോൾ അപ്പയുടെ മനസ്സിനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ ദൈവപുത്രനായിട്ട് സാക്ഷാൽ ശരിക്കും ജ്വലിച്ചു വരണത്. മനോഹരമായ പ്രാർത്ഥന. അതുകൊണ്ട് ഞാനെപ്പോഴും ഈശോയോട് പറയും, അങ്ങയുടെ മഹത്വത്തെ, പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്തിനങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാവോ? നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടാനും ആ ദൈവഹിതത്തിൽ ദൈവം മഹത്വപ്പെടാനും ദൈവത്തിന് നാമം പൂജിതമാകാനും നിങ്ങൾ ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിങ്ങൾ അനുഗ്രഹിക്കും. എൻ്റെ മക്കൾ ഒന്നും ചെയ്യേണ്ട, എവിടെയാണ് നിങ്ങൾക്ക് രോഗം അവിടെ സന്തോഷത്തിൽ കൈകൾ വെക്കുക. നിങ്ങളുടെ രോഗം എവിടെയാണോ അവിടെ നിങ്ങൾ സന്തോഷത്തിൽ കൈകൾ വെക്കുക. ശിരസിൽ രോഗമുള്ളവരുണ്ട്, അല്ലേ? ശിരസിൽ രോഗമുള്ളവരുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും കണ്ണിന് എപ്പോഴും വെള്ളം വരുന്നവരുണ്ട്, മൂക്കിൽ എപ്പോഴും മൂക്കൊലിപ്പുള്ളവരുണ്ട്. അവിടെ എല്ലാം കൈവെക്കുക. ശരീരം ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടി വൃത്തികേടാവുന്നവർ, വെള്ളം ഒലിക്കുന്നവരുണ്ട്, കൈവെക്കുക. ശരീരത്തിൽ അലർജി രോഗങ്ങൾ, മുഖത്ത് വല്ലാത്ത കുരുക്കൾ. ചില കുഞ്ഞുങ്ങളൊക്കെ ഈ ഗൂഗിൾ മീറ്റിൽ വന്നിട്ട് ഇത് കണ്ടാന്ന് ചോദിക്കും. അതായത് അവിടെ മുഖമാണ് പണ്ടിങ്ങനെ അരിമ്പാറ മുഴുവൻ കയറിയ മുഖമാണ്, ഇപ്പം നല്ല ഗ്ലാസ് ടൈലിൽ അങ്ങനെ ഇരിക്കണം, സ്റ്റാറിനെ പോലെ ഇരിക്കണം. അപ്പോൾ അതാണ് അവർ പിന്നെയും കാണിക്കുന്നത്, ഇത് കണ്ടില്ലേ. അവർക്ക് ഇപ്പോഴും അതിൻ്റെ സന്തോഷം അവർക്ക് അടക്കാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് തോന്നും അമ്മ സൗന്ദര്യത്തിനും ഭയങ്കര സീരിയസ് ആണല്ലോ എന്ന്. എനിക്ക് തോന്നിയിരിക്കണ ഇതാണ്, ദൈവത്തോട് ഒന്നും ചോദിക്കേണ്ടതായിട്ടോ ഇല്ലാത്തതായിട്ടോ ഒന്നുമില്ല, എല്ലാം നമ്മൾ ചോദിക്കണം. കാര്യം എന്താണ്? ദൈവം നമ്മുടെ അപ്പനും അമ്മയുമാണ്. അതുകൊണ്ട് നമുക്കെന്തും ചോദിക്കാം. പക്ഷേ മക്കളെന്ന രീതിയിൽ ചോദിക്കണത്, ഏറ്റവും നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈശോയാണ്. ഈശോ പറഞ്ഞു, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഒരു മകനും മകളുമാണ് നിനക്കെങ്കിൽ ചോദിക്കാൻ പറ്റിയ, പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ പറഞ്ഞത്. നമ്മളെക്കുറിച്ച് മാത്രമല്ല അപ്പാനെക്കുറിച്ചും കൂടിയാണ് ആ പ്രാർത്ഥനയിൽ ചേർത്തിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, കർത്താവേ അങ്ങയുടെ മക്കളിപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ. ഈശോ ഓരോ മക്കളെ ശരീരത്തിൻ്റെ ഓരോരോ ഇടങ്ങളിലെ, രോഗാതുരമായ ഇടങ്ങളിലെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവേ. ഈശോ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൈ സൂക്ഷിച്ചു പോയവരെ, കൈക്ക് വാദമുള്ളവരെ, ശരീരത്തിന് വാദമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. ശരീരത്തിലെ കർത്താവ് നിൻ്റെ തന്നെ രക്തം മുഴുവനും ചോർന്ന് പോയിട്ട് കർത്താവ് നീ തളർന്ന ഒരു സമയമുണ്ടല്ലോ കർത്താവെ, അതെല്ലാം നിനക്കറിയാൻ പറ്റും കർത്താവെ. അതുകൊണ്ട് തന്നെ കർത്താവെ, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേൽ കർത്താവെ ഇപ്പോൾ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
ഈശോയുടെ ഉന്നതമായ നാമത്തിൽ കർത്താവെ നീ സ്പർശിക്കണ കർത്താവെ. ഈശോയുടെ ഉന്നതമായ നാമത്തിൽ കർത്താവെ നീ മഹത്വപ്പെടുന്ന കർത്താവെ. ചിരങ്ങളുള്ളവരെ, ചൊറിയുള്ളവരെ, കുഞ്ചിക്ക് കർത്താവെ ഇപ്പം അരിമ്പാറ പോലെയുള്ള ഒരിക്കലും വിട്ടുമാറാത്ത മറ്റു മനുഷ്യരെ കാണുമ്പോൾ അയ്യടാ എന്ന് പറയുന്ന രീതിയിൽ അവഹേളിക്കാനും കർത്താവ് മുഖത്ത് വെക്കാൻ പറ്റുന്ന രോഗങ്ങളുള്ളവരെ ഇപ്പോഴേ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴേ തൊലിക്ക് വല്ലാണ്ട് കറുപ്പ് കയറിപ്പോയവരെ, അതുപോലെ തന്നെ പല പല അരിമ്പാറ പോലെയുള്ള വിട്ടുമാറാത്ത കുരുക്കളെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. കർത്താവ് എല്ലാവരും ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വല്ലാണ്ട് ശരീരം ചീർക്കുന്നവരെ, വയറ് തൂങ്ങുന്നവരെ, കർത്താവ് നെഞ്ച് തൂങ്ങുന്നവർ കർത്താവ് ഈശോ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇതിനൊക്കെ മരുന്നുണ്ടോ, ഇതൊക്കെ ഡോക്ടറുണ്ടോ, ഏത് ഡോക്ടറോട് പറയാനാണ്, ഏത് ആശുപത്രി പോകാനാണെന്നൊക്കെ ഓർത്ത് കർത്താവ് മനസ്സ് വ്യതിരിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ ദൈവികമായ കരുത്ത്, ദൈവികമായ ശക്തി ആ വ്യക്തികളിലേക്ക് കടന്നു ചെല്ലട്ടെ. യേശു നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കളെ, കുഞ്ഞുങ്ങളെ കുറിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ക്രിസ്മസാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്മ മാതാവിനോട് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കാം. ക്രിസ്മസാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർ ഇപ്പോഴേ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സ്പർശിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് വേവലാതി ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് പെരുമാറ്റം മോശമല്ലേ, ചിലർക്ക് പ്രാർത്ഥനയില്ല, ചിലർക്ക് വിശ്വാസമില്ല, ചിലർക്ക് തെറ്റായ ബന്ധം, എപ്പോഴും മൊബൈൽ അഡിക്ഷൻ, എപ്പോഴും വീഡിയോ പ്ലേ, ഇങ്ങനെ ഒരു തലതിരിച്ച് പോയ പോലെയൊക്കെ തോന്നുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ തൊടാനൊന്നും പോകണ്ട, പില്ലന്മാരായിരിക്കും, പക്ഷെ അവരെ ഓർക്കാൻ നിങ്ങൾക്ക് മാതാവിൻ്റെ തിരുസന്നിധിയിൽ അവരെ ഓർക്കണം. ഇപ്പോഴേ ക്രിസ്മസുമായിട്ട് അമ്മ അവരെ തൊടാൻ പറ, തീർച്ചയായിട്ടും തൊട്ടിരിക്കും. ഈശോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുഞ്ഞുങ്ങളെ, മക്കളെ ഓർക്കാൻ പറയണം. മക്കളെന്നാണ് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങളും ആകാം, മുതിർന്ന മക്കളുമാകാം. എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് പോരായ്മകളും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കളുടെ പേര് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ അൾത്താരയെന്ന് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവരും പിന്നെ ഗർഭത്തിന് വല്ല കുഴപ്പമുണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നില്ലേ, അവരെല്ലാം അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആശുപത്രി കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കൂടുതൽ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ജോലി കിട്ടിയാലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ സന്തോഷം സൗകര്യമൊക്കെ ഉണ്ടാവും വിചാരിച്ചുകൊണ്ടാണ് പിന്നെ കുഞ്ഞുങ്ങൾ വേണ്ടെന്നൊക്കെ വെക്കണത്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ അച്ഛൻ പറഞ്ഞ കേൾക്കും. നമ്മളേതായാലും ഇവിടെ ചത്തുകിട്ട് പോകുന്ന കാര്യം സംശയമില്ല. നമ്മുടെ എന്ത് വലിയ ശമ്പളമുള്ള ആൾക്കാരായാലും 65 വയസ്സ് കഴിയുമ്പോൾ ഉള്ള ഭക്ഷണം തന്നെ കഴിക്കാൻ പറ്റത്തില്ല. ആകപ്പാടെ മനുഷ്യനെ ഉള്ളത് ഭക്ഷണമാണ് രുചിയായിട്ടുള്ളത്. അത് കഴിക്കാൻ പറ്റിയ പിന്നെ ഈ നമ്മൾ നേടിയ കാശൊക്കെ എന്ത് ചെയ്യും? അതിനു വേണ്ടി തല്ലുപിടിക്കാനും ഇടിവെക്കാനും കേസ് പറയാനും ഒക്കെ മക്കളൊക്കെ റെഡിയായി നിൽക്കുകയല്ലേ. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് മര്യാദയ്ക്ക് മക്കളെ ജനിക്കട്ടെ. നിങ്ങളായിട്ടത് ഇത് വാസട്ടബിയും ട്യൂബിട്ടോയൊക്കെ നടത്തി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കരുത്. അതിൻ്റെ ഉദ്ദേശം ഫ്രീ ആയിട്ട് സെക്സ് ചെയ്യാൻ എപ്പോഴും ചെയ്യാനുള്ള ഉള്ളവരാണ്. ഇത് വാസട്ടബിയും ട്യൂബിട്ടും നടത്തിയിട്ട് പേടിക്കാതെ സെക്സ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് പേടിക്കാതെ സെക്സ് ചെയ്യാൻ വേണ്ടിയല്ല ക്രിസ്ത്യാനിയെ ദൈവം ഈ ഭൂമി ജനിപ്പിച്ചെന്ന് ഓർത്തേക്കണം. ഇവിടെ വിജാതിരങ്ങൾ പല കാര്യങ്ങൾ ചെയ്യും. അതും ചെയ്യാനുള്ള ബാധ്യത, ഏറ്റെടുക്കാനുള്ള ബാധ്യത ഒരു വിശ്വാസിക്കില്ല. കാര്യം നമ്മൾ ഇവിടെ ജീവിക്കാനുള്ളവരല്ല. നമ്മൾ 70-60 കൊല്ലമേ മാക്സിമം ജീവിക്കത്തുള്ളൂ. ഞാൻ മാതാവിനെ നേരിട്ട് കണ്ട ആളാണ്, അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് പറയേണ്ടത്. നിങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് നിങ്ങളതിൻ്റെ ബബ കളിക്കണത്. ഇവിടെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല.
ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി അമ്മയെപ്പോലെ ഔഷധപിതാവിനെ പോലെ റെഡിയാകാൻ വേണ്ടി അഭിഷേകത്തിന് വേണ്ടി സ്വന്തം തലയെ കവിച്ച് പ്രാർത്ഥിച്ചേ. അച്ഛൻ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാവരും അവരുടെ ശിരസ്സിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. കർത്താവ് എല്ലാവരും കർത്താവ് അവിടെ ശിരസ്സിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അമ്മേ എന്തിനൊക്കെയാണ് ഇപ്പോഴെന്നോട് അവരോട് തല കൈവെക്കാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല. അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും എന്തു തന്നെയാണ് കർത്താവ്, പല പ്രശ്നങ്ങളും ഇവിടെ ചുരുങ്ങിയ സമയത്ത് ഇവിടെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അവരോട് ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ് അവരുടെ ആവശ്യം എന്താണെന്ന് കർത്താവ് ക്രിസ്മസ് കാലത്ത് കർത്താവ് അവർ അങ്കലാഭപ്പെടുന്ന അവസ്ഥകൾ, അവർക്ക് ഭാവിയിൽ ഗുണമുണ്ടാക്കുന്ന വിഷയങ്ങൾ, അതിലേക്കെല്ലാം കർത്താവിൻ്റെ വലിയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിറയണമേ. കർത്താവ് നിൻ്റെ മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് കർത്താവ് ഇപ്പോൾ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മക്കളോട് അങ്ങ് കരുണത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ നിന്റെ മുഴുവനെ ഓർത്ത് കർത്താവ് അവർ കരുണ കാണിക്കണം കർത്താവ്. ഈശോ നിന്റെ ആണിപ്പെടുതാർന്ന കരചരണങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവ് ഇപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരോട് കരുണത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവ് ഇപ്പോഴും കർത്താവ് വൈദികരാകാനും സിസ്റ്റേഴ്സ് ആകാനും കർത്താവ് ഇന്ന് വലിയൊരു കേസിൻ്റെ വിധി പറയുന്ന സമയത്ത് കർത്താവ് പല മക്കൾക്കും കർത്താവ് ഇപ്പോൾ ഈ സമയത്ത് കർത്താവ് ഇങ്ങനെയുള്ള പ്രാരാബ്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി കർത്താവ് യുവാക്കന്മാർ കർത്താവ് ദൈവ വിളിക്കുള്ള സിസ്റ്ററാകാനും സമർപ്പിതയാകാനും കർത്താവ് അഭിഷിക്തനാകാനുമുള്ള വരപ്രസാദങ്ങൾ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സഭയെ വളർത്തട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാം അതിജീവിക്കാൻ വേണ്ടി സഭയെ അഭിഷേകം ചെയ്യട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മക്കളെ, സമാപന ആശീർവാദമാണ്. കൃപാസനത്തിലെ ക്രിസ്മസ് കുർബാനയുണ്ട്. രാത്രി 24-ാം തീയതി രാത്രി 11 മണിക്ക് ലൈവായിരിക്കും. പള്ളിയിൽ പോകാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും ക്രിസ്മസ് കുർബാന കൂടണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ഗൂഗിൾ മീറ്റ്, അതുപോലെ തന്നെ 5:30 മണിക്ക് 5:45 മണിക്ക് ക്രിസ്മസ് ഒരുക്ക ദിവ്യ പൂജ, 6 മണിക്ക് ഉടമ്പടി നൊവേന. ഈ ശുശ്രൂഷകളൊന്നും പ്രത്യേകിച്ച് ഗൂഗിൾ മീറ്റ്, അതുപോലെ തന്നെ 5:30-ക്കുള്ള 5:45-നുള്ള ക്രിസ്മസ് ഒരുക്ക ദിവ്യബലി, അതുപോലെ തന്നെ 6:15-നുള്ള മരിയൻ ഉടമ്പടി നൊവേന. ഇത് പൂർണ്ണമായിട്ട് കൂടാൻ വേണ്ടി പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോഴും സമാപന ആശീർവാദം. ശിരസ്തംഭിച്ച എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ.